പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചായയാണ്. ഈ ചായ നമ്മൾ സാധാരണ ഒരു ചായ ചെയ്യണ പോലെയല്ല, വളരെ പ്രത്യേകതയുള്ള ചായയാണ്. അതിനായി നമുക്ക് ആവശ്യമുള്ളത് പാല്, ഒരു പാൻ, അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച്, 2 പേർക്കുള്ള ചായ എന്നോട് ചെയ്യുന്നത്. പാലൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വയ്ക്കുന്നു. അതിനുശേഷം അത് തിളയ്ക്കുമ്പോൾ കുറച്ച് ഇഞ്ചി പൊടിയാണ് ഇട്ടത്. ഇഞ്ചിപ്പൊടി ഇട്ട് അത് തിളപ്പിച്ച് നമ്മൾ തിളച്ച ഉടനെ തന്നെ ഓഫ് ചെയ്യരുത്. തിളച്ച് വരുമ്പോൾ അതൊന്ന് സിമ്മാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായപ്പൊടി ഇടുക. ചായപ്പൊടി നമ്മുടെ പാകവും കടുപ്പവും അനുസരിച്ച് നമുക്ക് ചേർക്കാം. എനിക്കിവിടെ കുറച്ചും കൂടി ചായപ്പൊടി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചായപ്പൊടി ഇട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ഇടാം. അതുപോലെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ പാല് നമ്മൾ ശരിക്കും പറ്റിച്ചെടുക്കുക. കാരണം പറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു പാൽപ്പൊടിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് നമ്മുടെ ചായക്ക് വരും. നമ്മൾ പാൽപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കില്ല, അതുപോലെ ശരിക്കും നമ്മൾ പറ്റിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ എത്ര നേരമായി നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. എന്നിട്ട് അത് അരിച്ചെടുത്ത് മാറ്റി നമ്മളൊരു നന്നായിട്ട് അടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നമ്മൾ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. അനുസരിച്ചാണ് നമ്മുടെ ചായയുടെ ടേസ്റ്റ് കയറി വരുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഇളക്കി അങ്ങനെയൊന്നുമല്ല, നന്നായിട്ട്, ഞാൻ ഇതിനകത്ത് മുഴുവനും കാണിച്ചിട്ടില്ല, നന്നായിട്ട് നമ്മൾ ചായ അടിച്ചടിച്ച് നമ്മൾ മിക്സ് ചെയ്യണ അനുസരിച്ചാണ് ചായയുടെ ടേസ്റ്റ് ശരിക്കും കയറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പാല് നന്നായിട്ട് പറ്റിക്കുകയും ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നമുക്ക് ഇതാവാം. അപ്പോൾ പാല് നന്നായി പറ്റിക്കുക, അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊരു കപ്പിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കരുതേ.